പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കാത്ത് വിലക്കോ? ഭാരതത്തിനെതിരായ 2020 ലോകകപ്പ് മത്സരം ബഹിഷ്കരിച്ചാൽ വിലക്കിന് സാധ്യത. ഭാരതത്തിനെതിരെ കളിക്കില്ലെന്ന് ഇന്നലെ പാക് സർക്കാർ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ICCയുടെ സസ്പെൻഷൻ ആലോചന. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ വിലക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണോ എത്തിച്ചേർന്നിരിക്കുന്നത്? ഭാരതത്തിനെതിരായ 2020 ലോകകപ്പ് മത്സരം ബഹിഷ്കരിച്ചാൽ വിലക്കിനുള്ള സാധ്യത എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ലോകകപ്പിൽ കളിക്കുമെന്നും എന്നാൽ ഭാരതത്തിനെതിരായ മത്സരം കളിക്കില്ലെന്നും പ്രഖ്യാപിച്ചത്. അത് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ചേർന്ന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകില്ല എന്ന സൂചനയും തന്നിരുന്നു. പക്ഷേ ഇന്ത്യ അതിന് മറുപടിയായി പറഞ്ഞത്, ഞങ്ങൾ കളിക്കുവാനായി കൊളംബോയിലെത്തും, കളി ഇല്ല എന്ന് തീരുമാനിക്കും വരെ അല്ലെങ്കിൽ ഉപേക്ഷിക്കും വരെ ഞങ്ങൾ അവിടെ കാത്തു നിൽക്കും എന്നായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത ICC കൃത്യമായ സൂചന പാകിസ്ഥാന് നൽകുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് മേൽ ബഹിഷ്കരണ ഭീഷണി നിങ്ങൾ ഉയർത്തിയാൽ ഞങ്ങൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഒരുപക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിലക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഈ ബിലാറ്ററൽ സീരീസ് ഉഭയകക്ഷി ചർച്ചകളുടെ ഒരു പ്രശ്നം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. അതുകൊണ്ടാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മൈതാനത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ ഭാരതം ഒരിക്കലും അവർക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കൃത്യമായി ന്യൂട്രൽ വേദിയിൽ കളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുതന്നെ നമ്മൾ കണ്ടതുമാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഭാരതത്തിനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മനസ്സിലാകുന്നത് ഇനി പരമ്പരകൾക്ക് വിലക്ക് നേരിടേണ്ടി വരും. പാകിസ്ഥാൻ കളിക്കുന്ന പരമ്പരകൾ ഒഴിവാക്കേണ്ടി വരും. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ വിദേശ താരങ്ങളെ കളിക്കാൻ അനുവദിക്കില്ല. ഏഷ്യ കപ്പിൽ നിന്നും ഒഴിവാക്കും. ICC ലഭിക്കേണ്ട വാർഷിക വരുമാന വിഹിതം തടഞ്ഞുവയ്ക്കും. ഇതാണ് സുപ്രധാനമായി പറയുന്നതെങ്കിലും പാകിസ്ഥാനെപ്പോലൊരു രാഷ്ട്രത്തിലെ ക്രിക്കറ്റ് ടീമിന് ഒരുപക്ഷെ വലിയൊരു വരുമാനമായി കാണാവുന്ന ഒന്നായിരുന്നു ക്രിക്കറ്റ്. പക്ഷേ അത് ഒഴിവാക്കപ്പെടുന്നതോടെ നിരവധി പരമ്പരകൾ അവർക്ക് നഷ്ടമാകും എന്നിരിക്കെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, പാകിസ്ഥാൻ ഫെബ്രുവരി 15-ന് ഭാരതത്തിനെതിരെ കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ബംഗ്ലാദേശിന് പിന്നാലെ, ബംഗ്ലാദേശ് നേരത്തെ ടൂർണമെൻറ്റ് ബഹിഷ്കരിച്ചിരുന്നു, അവരെ പുറത്താക്കിയിരുന്നു. ബഹിഷ്കരിക്കുകയായിരുന്നില്ല, അവരെ പുറത്താക്കിയിരുന്നു. അതുപോലെ പാകിസ്ഥാനും ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്താൽ അവർക്കും കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോയി കളിക്കുന്നതിലും വിലക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വലിയ കടുത്ത വിലക്കായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോഴും ചോദ്യം ഉയരുന്നുണ്ട്. ഓസ്ട്രേലിയ മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെയുള്ള ടീമുകൾ ഇത്തരം ബഹിഷ്കരണ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പണ്ട് ശ്രീലങ്കയിൽ ലോകകപ്പ് നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ടീമും ഓസ്ട്രേലിയൻ ടീമും അവിടേക്ക് കളിക്കാൻ പോകില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. പക്ഷെ അതൊക്കെയും ഇത്തരം സന്ദർഭങ്ങളിൽ ആയിരുന്നില്ല. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ, ഭാരതത്തിന് മേൽ ആക്രമണം അഴിച്ചുവിടാൻ തീവ്രവാദികളെ നിയോഗിച്ചത്, ഇതൊക്കെയും കടുത്ത നിലപാടിലേക്ക് ഭാരതത്തെ നയിച്ചിരുന്നു. അപ്പോഴും കൈകൊടുത്തില്ല എന്നതിനപ്പുറം, ഒരു ന്യൂട്രൽ വേദിയിലെ ഞങ്ങൾ കളിക്കൂ എന്ന് പറഞ്ഞതിനപ്പുറം ബഹിഷ്കരിച്ച് മാറി നിൽക്കാൻ ഭാരതം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ കൊളംബോ എന്ന ന്യൂട്രൽ വേദിയായിട്ട് പോലും പാകിസ്ഥാൻ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെന്തെന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. രോഹിണി. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.